ഷെഡാ പോയി. ഷെഡ് എന്നാലും എന്താണ് പറ്റിയത്? ഓ സോറി ഗൈസ്, ഞാൻ സോറി ഗൈസ്. സോ വീണ്ടും നമ്മളുടെ ഒരു പുതിയ വീഡിയോ വീണ്ടും സ്വാഗതം. ആൻഡ് വെൽക്കം ടു കോക്കു ബാബ്സ് വൺസ് അഗെയിൻ. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പം കമ്പ്യൂട്ടറിൽ എന്താ തപ്പിക്കൊണ്ടിരുന്നതെന്നറിയോ? അത് കാണാൻ പറ്റില്ല, കാരണം കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയത്. എന്താണെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ കഴിഞ്ഞ പാർട്ടി എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി. ഞാൻ ചുമ്മാ പറയാൻ വന്നതാണ്, അത് അറിഞ്ഞിരിക്കട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. അപ്പം കഴിഞ്ഞ ദിവസം നമ്മളെ കുടുംബത്തിൽ കൊന്ന നമ്മളുടെ ഡെത്ത് മകനുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ഒരു അഡോപ്റ്റഡ് അനിയൻ. പുള്ളിക്കാരനാണെങ്കിൽ എന്നെ ഇങ്ങോട്ട് ഇറങ്ങി ചടിപ്പണ പുള്ളിക്കാരനാണെങ്കിൽ നമ്മളെ അമ്മേനെ ഷൂട്ട് ചെയ്ത് കൊന്നു. കൈനെ പാർട്ട് കണ്ടാലറിയാം. കൈനൻ്റെ പാർട്ട് എന്ന് വെച്ചാൽ കൈന പാർട്ടി നിങ്ങൾ കാണണം മോനെ. ഗോഡ്സിൽ വന്ന അലമ്പാക്കി പ്രശ്നമാക്കി. സോ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഇത് നമ്മളുടെ പുറത്തെ ഒരു സീസണിൻ്റെ ഏറ്റവും ഫൈനൽ എപ്പിസോഡായിരിക്കും ഇത്. അങ്ങനെയാണ് പറയാനില്ല. അല്ലേടാ രമേശ? ഓ അതേടാ, അതെ രമേശൻ പറഞ്ഞില്ലേ, ഇത് കേട്ടില്ലേ? ഓക്കെ ഗൈസ്, അപ്പം നമുക്കാണെങ്കിൽ അവനെ ട്രാക്ക് ചെയ്യാനാണ് അവൻ്റെ മീൻസ് അവൻ ഉദ്ദേശിച്ചത്. അവൻ്റെ ഒരു എൻ്റെ അഡോപ്റ്റഡ് അനിയൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടാണെങ്കിൽ ഞാനെന്താ ഞാനെന്താ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് നടക്കുന്നത് അറിയാം. ഞാനാണെങ്കിൽ ടൈലിട്ടിട്ടേ ഉള്ളൂ, വെള്ളം നിറച്ചിട്ടില്ല. അപ്പം അവൻ്റെ ആ ഫ്രണ്ടാണെങ്കിൽ മൈൻഡ് കൺട്രോൾ ചെയ്താണ് അവനെ. സോറി ഗൈസ്, മൈൻഡ് കൺട്രോൾ ചെയ്തല്ല, ബട്ട് അവൻ പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അവൻ എന്നുവെച്ചാൽ എൻ്റെ അനിയൻ്റെ പേര് സ്റ്റീവ് എന്നാണ്. അപ്പം പുള്ളിക്കാരനാണെങ്കിൽ അവൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ബിക്കോസ് അവനാണെങ്കിൽ എന്നെക്കാട്ടിലും വലിയൊരു ഇല്ലീഗൽ അടുത്തുന്ന ഒരു ആളാണ്. ഞാനാണെങ്കിൽ ഇപ്പോഴേക്കല്ലേ തുടങ്ങിയത് ആവശ്യത്തിന് വേണ്ടി. അവനാണെങ്കിൽ ആവശ്യത്തിന് ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? ഇപ്പം കണ്ണി കണ്ടവർ വെറുതെ വെടിവെച്ച് കൊല്ല. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം സ്വന്തം അമ്മേനെ വെടിവെച്ച് കൊന്നു. എനിക്ക് എവിടുത്തെ അനിയൻ അല്ല മകനാടെ? ഞാൻ ഇങ്ങനത്തെ മകനല്ല കേട്ടോ ഗൈസ്. അല്ലേടാ രമേശ? അതെ ഗൈസ്, അതെ. ഓക്കെ, അപ്പോൾ നമ്മളാണെങ്കിൽ അവനെ ട്രാക്ക് ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷെ അവനെ കിട്ടില്ല. നമ്മളുടെ ആ ഡെത്തനീനെ ഒറ്റയടിക്ക് കൊന്നുകൊണ്ട് ദേഷ്യമുള്ള തീർത്തതാണ്. പക്ഷേ പണി പാളി. അത് ഇന്നാണ് ഗൈസ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ട്രാക്ക് ചെയ്തപ്പം ഫെയിലായി. അതാണ് ഓ ഷിറ്റ്, അയ്യോ അറിയാണ്ടില്ല ഷിറ്റ് എന്ന് പറഞ്ഞു പോയി. സോറി ഗൈസ്, അത് പറഞ്ഞു സോറി. ഞാൻ അങ്ങനെ എന്തുണ്ട് പണി പാളി അങ്ങനെ പറഞ്ഞത് ഇതുകൊണ്ടാട്ടോ. അവനെ ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്തൊരു ശബ്ദം കേട്ട? അയ്യോ, ഇതെൻ്റെ ഫോൺ കോളിൻ്റെ ശബ്ദമല്ലേ? മോളിൽ എങ്ങാണ്ടായിരുന്നു ഫോണ്. നമുക്കൊന്ന് എടുത്തിട്ട് വരാം. എവിടെ ഞാൻ ഒന്ന് നോക്കട്ടെ. ഓക്കെ ഗൈസ്, ആരോ മെസ്സേജ് അയച്ച പോലെ. നോക്കട്ടെ മെസ്സേജ്, ഇമെയിൽ. അത് എൻ്റെ ഗ്ലാസ്സിലോട്ട് ഞാൻ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്ലാസ്സിൽ നിന്ന് എനിക്ക് കാണിക്കാൻ പറ്റും. ഹലോ രമേശ, എനിക്കറിയാം നീ വിചാരിക്കുന്നുണ്ട് എനിക്ക് നിൻ്റെ പേരെങ്ങനെ അറിയാമെന്ന്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാനാണ് നിൻ്റെ അനിയൻ്റെ മറ്റേ ഫ്രണ്ട്. നിൻ്റെ വ്യൂവേഴ്സിനോട് പറഞ്ഞ ഫ്രണ്ട്. ഇത്രയും അവൻ പറഞ്ഞു. അപ്പോൾ കാലുമാടാ. ബാക്കി പിന്നെ ഒന്ന് വായിക്കട്ടെ.
ഓക്കെ എടാ നീ ആണെങ്കിൽ നിൻ്റെ അമ്മയും കൊന്ന് നിൻ്റെ അമ്മയെ ഞാൻ അവനെ കൊണ്ട് കൊന്നു. പിന്നെ അവനെ നീ കൊന്നു. ഇതൊക്കെ അവനാണോ ടൈപ്പ് ചെയ്ത് വയ്ക്കണേ? എനിക്കിപ്പോഴും ഞാൻ നോട്ടീസ് ചെയ്യണേ ഗൈസ്, അവനാട്ടോ ഞാൻ ഇപ്പോൾ ഇതൊക്കെ പറയണേ. നീ ഇപ്പം എന്നെ തപ്പി നടക്കണ്ടായിരിക്കും. അതങ്ങ് നിർത്തിയേക്കുന്ന. ഇതേ ഒരു നമ്പർ, ഈ നമ്പറിലോട്ടൊന്ന് വിളിച്ച് നോക്കാം. ഹലോ മിസ്റ്റർ രമേശ. എടാ നിനക്ക് എങ്ങനെയാണ് എന്നെ പേരറിയണ? മര്യാദയ്ക്ക് പറയടാ. കൂൾ ഡൗൺ. ഓക്കെ. ബട്ട് നീ ഇപ്പം എന്തിനാടാ അവനെ നിൻ്റെ ഒരു സോൾജർ പോലെ ആക്കിയെടുത്തത്? പറയടാ. എൻ്റെ അനിയൻ എന്തിനാണ് നീ ഒരു സോൾജർ പോലെ ആക്കിയ? അവൻ നിന്നെ പൊന്നുപോലെ അല്ലായിരുന്നോ? ഒരു ഫ്രണ്ടിനെ പോലെ ആക്കിയ. എന്നിട്ട് അതിൻ്റെ പ്രതിഫലമാണോ നീ ഇങ്ങനെ സ്വന്തം അമ്മേനെ കൊല്ലാൻ പറയുന്നു, സ്വന്തം കൂട്ടുകാരെ കൊല്ലാൻ പറയുന്നു? നീ അങ്ങനെ പറഞ്ഞുകൊണ്ട് എൻ്റെ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മരിച്ചുപോയി. ആ ഗ്രാമത്തിൽ തന്നെയായിരുന്നു ഇവിടെ അവൻ്റെയും ബെസ്റ്റ് ഫ്രണ്ട്. നീ ഒരുത്തൻ കാരണം അവൻ്റെ വേറൊരു ഫ്രണ്ട് കഴിഞ്ഞു. ഇതെന്ത് മരിച്ചുപോയി. അതൊന്നും എനിക്കറിഞ്ഞിട്ട് ഒരു കാര്യമില്ല ബോയ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ ആരാണ്? നീ എവിടെ നിന്നാടാ വന്നേ? കണ്ണിച്ചോരില്ലാത്തവനെ. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ബായ്. ദൈവമേ, ഇവന് ഞാൻ ഇന്ന് ഗൈസ് ആപ്പാടെ പണിപാളി. ഞാൻ എൻ്റെ കൂട്ടുകാരനൊന്ന് വിളിക്കട്ടെ. വേറൊരു കൂട്ടുകാരൻ എന്തുപറ്റി കൊണ്ട് ഓക്കെ അവനെ വിളിക്കട്ടെ. എടാ രമേശ് അയ്യോ. ഹലോ രമേശ. എടാ നീ എന്തിനാ വീണ്ടും വന്നേ? നിന്റെ കൂട്ടുകാരെ കൊന്ന നീ വരുമെന്നറിയാം. അപ്പം നിന്റെ കൂട്ടുകാരൻ ബായ്. നിന്റെ ഈ കളിക്കുന്ന സമയത്ത് ബൈ പാടാണോടാ? ഇല്ല എടാ സീരിയസ് ടൈമിൽ പോലും ചളി അടിച്ചാൽ ഞാൻ ഇടി തരും. അല്ലെങ്കിൽ തന്നെ ഇടി തരാൻ ഞാൻ അങ്ങോട്ട് വരുവാ. നീ ഇങ്ങോട്ട് ഓടിപ്പിടിച്ച് ഒന്നും പറ്റുള്ള. നിൻ്റെ പെട്രോൾ കാശ് പോകത്തേ ഉള്ളൂ. ഒന്ന് പോടാ. എൻ്റെ കയ്യിൽ ബുഗാട്ടിയല്ല, ഏതായിരുന്നു ദിനീവോയാ, അങ്ങനെ ഏതാണ്ട് ഒരു കാറാണ് ഉള്ളത്. അപ്പം എനിക്കിതിനെ പിടിക്കാൻ പറ്റില്ലേ? എടാ എനിക്കറിയാം. എടാ സോമൻ, എനിക്കറിയാടാ അവനെ എങ്ങോട്ടും പോയില്ലാന്ന്. എനിക്കറിയാം ഇനി നീ ജീവിച്ചിരിക്കണ്ടോ ഇല്ലയോ എന്ന് എനിക്കും അറിയാം. ഞാനാണെങ്കിൽ ചുമ്മാ നിന്നോട് നിൻ്റെ പേര് വെച്ച് പറയാണ്. ബട്ട് നീ ഇപ്പോൾ ഉള്ള കാറിൻ്റെ ലൊക്കേഷൻ എനിക്ക് അറിയാടാ. പിന്നെ മിസ്റ്റർ കില്ലർ, ഞാൻ തന്നോടും കൂടിയാണ് പറയണേ. മിസ്റ്റർ കില്ലറിനെ വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ അവൻ്റെ ഫ്രണ്ട് സ്റ്റീവിൻ്റെ ഫ്രണ്ടാട്ടോ. ഐ ആം വെയിറ്റിംഗ്. നമുക്കൊരു കളി തുടങ്ങാം. അല്ല പിന്നെ ഓക്കെ അവൻ ഓക്കെ ആണോന്ന് അറിയാം. ഞാൻ
കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൻ വേറെ സിറ്റി, അടുത്ത സിറ്റിയിലാണ് പോയി കിടക്കുന്നത്. പക്ഷെ ഞാൻ എല്ലാവരോടും സീക്രട്ടായി വെച്ചേക്കുവായിരുന്നു ഗൈസ്. അവൻ ഇവിടെയായിരുന്നുള്ളത്. അവിടെ നിന്ന് നോക്കട്ടെ. അടാ അവൻ എന്നെ എന്നെ ഇല്ല കേട്ടോ, എൻ്റെ കൂട്ടനെ കൊന്നു. ഇത് ഞാൻ വീട്ടിലിരുന്നിട്ട് ഞാൻ ബാക്കി കാര്യമുള്ളൂ. അവൻ എവിടെയാണ്? ഗായ്സ്, എനിക്കൊരു ഐഡിയ. ഒറാനിയോനോട് വിളിച്ചു പറയാം. ആരാ ഒറാനിയോ എന്ന് വെച്ചാൽ എൻ്റെ ഒരു വേറെ ഹാക്കിംഗ് കൂട്ടുകാരനായി. എന്ന് വെച്ചാൽ ഒരു നമ്പർ കൊടുത്താൽ ഫോൺ നമ്പർ കൊടുത്താൽ ആ ഫോൺ നമ്പർ വെച്ച് ട്രാക്ക് ചെയ്യാനൊക്കെ അറിയാം. മിടുക്കനാണ് പുള്ളിക്കാരൻ. അവൻ്റെ വീട് എവിടെയോ വല്ലോ തപ്പി പിടിക്കണോ? എവിടെ പോയി? ഒറാനിയോ ആണ്. പേര് പോയോന്നറിയില്ല. ദാ കണ്ടു ഞാൻ അവൻ്റെ വീട്. ഓക്കെ. ഓക്കെ ഗൈസ്, സോ ഗൈസ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഞാൻ അവനോടൊന്ന് പോയി ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ട്. അവനിവിടെ ഇല്ല ഗൈസ്. ഞാൻ ചുമ്മാ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് കുഴപ്പമില്ല ഗൈസ്, നിങ്ങൾ കാര്യമാക്കണ്ട. ഞാൻ അവനെ ഒന്ന് വിളിച്ച് ഹെഡ്സെറ്റിൽ കൂടി കണക്ട് ചെയ്ത് നോക്കട്ടെ. ഓക്കെ. എടാ ഒറാനിയോ, അല്ല ഇത് ആരാത്? രമേശനോ? വോ, ഇത്രയും നാളുണ്ടായിട്ട് നീ ഇപ്പോഴാണോ വിളിക്കണേ? പണ്ടുള്ള ബന്ധങ്ങൾ തീരില്ലല്ലോ. പണ്ട് നീ എന്നെ ഒരു പോലീസ് കേസിൽ കൊടുക്കാൻ നോക്കിയവനാ നീ. എടാ അതൊക്കെ നീ വിട്ട് കളഞ്ഞില്ല, ഇനിയെങ്കിലും വിട്ട് കള പ്ലീസ്. ഇപ്പം എനിക്കൊരു ഹെൽപ്പ് വേണം. എന്താ ഹെൽപ്പ്? ഞാൻ ഇപ്പോൾ ഒരു ഫോൺ നമ്പർ അയച്ചുതരാം. അത് ട്രാക്ക് ചെയ്ത് നീ ആ ഫോൺ നമ്പർ ഉള്ള സ്ഥലത്തോട്ട് നീ എന്നെ ഒന്ന് വരാൻ ഹെൽപ്പ് ചെയ്യണം. ആ ഒരു ട്രാക്ക് ചെയ്ത് ആ സ്ഥലം എവിടെയാണെന്നൊന്ന് നീ കണ്ടെത്തി തരണം. ട്രാക്ക് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് അയച്ചാ ശരി. സോ ഗൈസ്, നമുക്ക് അവന് അയച്ചു കൊടുക്കാം. അവൻ്റെ വാട്സപ്പ് പേര് വാട്സപ്പ് പേര് എനിക്ക് വായിക്കാനാണിടാ. അവൻ അയച്ചു കൊടുക്കാം. ഇതാണ് അവൻ്റെ വാട്സപ്പ് പേര്. ഓക്കെ ഗൈസ്, അവനാണെങ്കിൽ തരുമെന്നറിയില്ല. വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും നോക്കാം. എന്തെങ്കിലും പറ്റുമെന്നറിയില്ല വീട്ടിൽ പോയിട്ട്. ഓക്കെ, സംതിങ് പ്രോബ്ലം പോലെ തോന്നുന്നു ഗൈസ് എനിക്ക്. നോക്കട്ടെ, ഞാൻ വീട്ടിനകത്ത് എന്താണ്ട് പ്രോബ്ലം. ഇവിടെ കുറച്ച് വെപ്പൺസ് ഉണ്ടായിരുന്നു, അത് പോയി. അമ്മേ ദൈവമേ, ഇവിടെ ഫുൾ ഓഫ് വെപ്പൺസ് ആയിരുന്നു, അതും പോയി. എടാ നിന്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ നിന്നെ ഇവിടെ വെച്ച് കണ്ടുപിടിക്കും ഉറപ്പാ. അവൻ കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും പറയും കേസ്. അമ്മാതിരി പൊറുക്കാത്ത ദേഷ്യം എനിക്ക് അവനോടുണ്ട്. ഇപ്പോഴെന്താ വീണ്ടും സൗണ്ട് കേട്ടോ? മെസ്സേജ് ആണോ? എനിക്കറിയാം നീ നിൻ്റെ വീട്ടിൽ വന്ന് എല്ലായിടത്തും നോക്കിയിട്ടുണ്ടെന്ന്. എനിക്കറിയാം മോനെ. ഞാൻ അവിടെ വന്ന് തകർത്തിട്ടുണ്ട് ഉറപ്പാ, സത്യം. അപ്പം എങ്ങനെയാ? എടാ ഞാൻ നിന്നെ ഇപ്പോൾ ഇന്ന് ചന്ദ്രൻ ഉദിക്കുന്നതിന് മുമ്പേ നിൻ്റെ അണ്ടർവെയറെ കൂടി ഞാൻ ഓട്ടി ഇട്ടിരിക്കും ഉറപ്പാ.
ഇത് ഈ രമേശിൻ്റെ വാക്ക് ആണോ? ഇല്ലെങ്കിൽ എൻ്റെ മുടിയും വെട്ടി കാവടി വെക്കും ഞാൻ. അങ്ങനെയാണെങ്കിൽ മുടി വെട്ടാനുള്ള ആളെ ഇപ്പോഴും ഇപ്പം തന്നെ റെഡിയാക്കി വെച്ചോ. ഇനി മുടി വെട്ടാൻ പറ്റില്ലെന്ന് വേണ്ട. ഐ ആം വെയിറ്റിംഗ്. റാമീനിയും അവൻ്റെ പേര് പറഞ്ഞില്ലേ, ഇതെന്ത് പേരാണ് എന്നെങ്കിലും അവന് അയച്ചു തന്നോ? അയച്ചു തന്നോട്ടോ, ട്രാക്കർ അയച്ചു തന്നു. നമ്മളുടെ ഗ്ലാസ്സിൽ പിടിപ്പിക്കാം. ഓക്കെ ഗൈസ്, ട്രാക്കർ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ്, നമ്മളാണെങ്കിൽ നമ്മളുടെ ചാനലിൽ 500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്കും നമ്മളെ ഒരു ഗീവ് അവേ വെക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അല്ലേ രമേശ? അതെ. ഓക്കെ ഗൈസ്, ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് അവൻ എവിടെയാണ്? യങ്ടാ. ഓക്കെ ഗൈസ്. അമ്മേ, എന്ത് വീണ്ടും ഒരു ശബ്ദം കേട്ടെ ഗൈസ്. അത് അവൻ്റെ വോയിസ് മെസ്സേജാണ്. എടാ, നീ എന്താ ചെയ്യുന്നതെല്ലാം എനിക്കറിയാം കേട്ടാ മൊന്നെ. ഒന്ന് മാറാൻ പറ്റി. ഇതാണ് അവൻ്റെ ലൊക്കേഷൻ. അവനവിടെ അവനാണെന്ന് തോന്നുന്നു. അവനാണെങ്കിൽ ഒരു വോയിസ് മെസ്സേജും ഹെഡ്സെറ്റിൽ കുറിച്ചുണ്ട്. എടാ ഇതല്ലാതെ അവൻ്റെ ഒരു മെയ്റ്റാണ്. അവനോട് ചോദിച്ചു നോക്കാം അവൻ എവിടെയാണ് അവനെന്ന്. അതും അവൻ്റെ ഒരു ടീംമേറ്റ് ആണല്ലോ. എടാ എവിടെയാടാ? അവൻ രാജേന്ദ്രൻ അവൻ്റെ പേരാണ് കേട്ടോ. അത് ഇപ്പോഴേ കണ്ടുപിടിയ. അവരാണെങ്കിൽ ഗ്യാരേജിലുള്ള ബിൽഡിങ്ങിലുണ്ട്. ഗ്യാരേജിൽ നിന്ന് ആ ഒരു ബിൽഡിങ് വെച്ചാൽ ആ ഒരു സ്ഥലത്ത് നിന്ന് നോക്കിയാൽ കാണാം. അങ്ങനെയാണ് അവൻ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയാം. ബിക്കോസ് ആ ഒരു ടവർ ഫുള്ളി റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരിക്കലും അവന് കയറാൻ പറ്റില്ല, എനിക്കറിയാം. അത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. പോലീസ് ബിക്കോസ് ഇതെന്താ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കണേ? എടാ, നീ എപ്പോൾ ചിന്തിക്കുന്നതെല്ലാം എനിക്കറിയാം. മര്യാദയ്ക്ക് ഈ പണി നിർത്തി വീട്ടിലിരിക്കുക പ്ലീസ്. ഇല്ലാണ്ട് കാവടി ഇടിക്കേണ്ടി വരും. അതൊന്നും എനിക്ക് കുഴപ്പമില്ലടാ. നമുക്ക് സ്നൈപ്പറുണ്ടാവുന്ന സൂം ഇതുമല്ല. എടാ ബൈക്കിൽ പോന്നു. ഒരു വെടിയാക്കാം. ചേട്ടാ അവനാണോ അറിയില്ല. അവൻ തന്നെയാണ്. അവൻ ചത്തുണ്ട്. ഇത് അവൻ്റെ ഒരാളും. അവൻ എവിടെ കാണുന്നില്ല. അതെന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. ആ പാവങ്ങളൊക്കെ ജീവിച്ചു പോട്ടെ. അവളെ കൊല്ല. അത് അവൻ്റെ ലാബിലുള്ളൊരു അസിസ്റ്റൻ്റാണ് അവൻ്റെ. എങ്ങനെ ജീവിച്ചിരിക്കാൻ പറ്റുമല്ലോ. ഓക്കെ ഗൈസ്, അങ്ങനെ അയ്യോ നമുക്ക് നമ്മുടെ കണ്ണട കാണിക്കേണ്ട ഒരു സ്റ്റാർ 100 ലെവലായിന്ന്. നമുക്ക് എന്തായാലും എസ്കേപ്പ് ആവണം ഗൈസ്. ഓക്കെ, പാവം വിചാരിച്ചിട്ടുണ്ടാവും അയ്യോ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയാണ്. അത് നിങ്ങൾ കൂട്ടണ്ട. മറ്റേ രമേശനാണെങ്കിൽ ഇപ്പം ആളെ വിളിച്ചിട്ടുണ്ടാവും കാവടി എടുക്കാം. ദൈവമേ
പോച്ചടാ പോച്ചു നമ്മുടെ വണ്ടി പോയി. ഇന്ന് ഞാൻ എടാ പോലീസുകാരാ പിടിച്ചോ. അതല്ല ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് കൂട്ടു കേട്ടടാ പോലീസുകാരാ. എന്നാലും അവനിപ്പോൾ എൻ്റെ അണ്ടർവെയറിൽ കൂടെ ഓട്ടിട്ട് തന്നെ. ദൈവമേ ഞാൻ പറന്നു പോകുന്നു. അമ്മേ ഇതെങ്ങോട്ടാടെ പറന്നു പോകുന്നു ഞാൻ. ഓക്കെ അമ്മേ it got hurts. അമ്മേ വേഗം വണ്ടിക്കാരപ്പാ വേഗം നേരെ എസ്കേപ്പ് ആയിക്കോളി. ദൈവമേ ഓക്കെ സ്റ്റാർ പോയി. എൻ്റെ കണ്ണട കാണിച്ചു. പോലീസ് വിളിച്ച് പറയുന്നുണ്ടല്ലോ എന്തോ. രമേശ എടാ നിന്റെ എല്ലാ സ്വത്തും ഞാൻ തിരിച്ചു തരാം. എന്താ സാറ് പെട്ടെന്ന് കാലേ മാറിയാ? നീ ഇപ്പം കൊന്നത് ഏറ്റവും വലിയ ക്രിമിനലിനെയാ. താങ്ക് യു സാർ. പിന്നെ അവനാണ് നിന്റെ കേസ്, നീ ഇങ്ങനെയാണ് അങ്ങനെയാണൊക്കെ പറഞ്ഞ് കേസ് ഉണ്ടാക്കി നമ്മളെ പറ്റിച്ചത്. അവനാണോ? ഓക്കെ ഗൈസ്. അപ്പം എൻ്റെ സീസൺ 2 വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ഈ വീഡിയോയിലോട്ട്. അപ്പം ഈ ഒരു വീഡിയോ ഇവിടുന്ന് അവസാനിക്കുകയാണ്. ആൻഡ് എന്താ വീണ്ടും മെസ്സേജ് പറഞ്ഞത്? നോക്കട്ടെ, ഞാൻ ഫോൺ എടുത്ത് നോക്കട്ടെ. മെസ്സേജ് വന്നിട്ട് കോൾ വന്ന. ഹലോ രമേശ, ഇതാരാ വീണ്ടും ഒരുത്തൻ? എന്നെ അറിയില്ല. ഞാനാണടാ രാജേഷിൻ്റെ കസിൻ. ദൈവമേ നമുക്ക് കാണാം. ബൈ.